ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് ഒരുപാട് മസാലയുടെ കുത്തൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ഒരുപാട് തരത്തിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ബിരിയാണി, പക്ഷെ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ രീതിയിലുള്ളതാണ്. അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓരോ കിലോ തൂക്കം വരുന്ന 2 ചിക്കൻ ആയിരുന്നു. ഒരു ചിക്കനെ ഞാൻ 10 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 കിലോ സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ ചിക്കനിലേക്കുള്ള മസാലയ്ക്കും റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഇടാനും കൂടിയിട്ടുള്ളതാണ്. സവോള തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 2 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ പച്ചമുളകിന്റെ എരിവാണ്. ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണ ആ മസാലയിലല്ലാണ്ട് നമ്മൾ ഇതിൽ വേറെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല. നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം. അതിനു വേണ്ടിയിട്ട് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ചിട്ടു. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കൂടെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. മസാല പുരട്ടിയിട്ട് ചിക്കൻ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കനിലേക്ക് ഒന്നും കൂടെ മസാലയൊക്കെ ഒന്ന് നന്നായി ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഞാനിവിടെ നന്നായി കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രത്തോളം കനം കുറച്ചരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് തന്നെ അരിയണം. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില, അതിന്റെ നേർപകുതി പുതിനയില, ഇത് രണ്ടും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ നീരും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ വേണം. ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളതിന് കുറച്ച് സവോള വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം സവോള ഇവിടെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഈ ചൂടിലിരുന്നിട്ട് ഇതൊന്നും കൂടെ കളർ മാറും. കുറച്ച് സവോളയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ചില ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ സവോള വറുക്കണതിന് ബിസ്ത എന്ന് പറയും. നമ്മൾ ഉണ്ടാക്കുന്ന മസാലയിൽ ഈ സവോള വറുത്തത് കുറച്ച് ചേർക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ സവോള വറുത്തിട്ടുള്ളത്. ഇനി അതേ ഓയിലിൽ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ബിരിയാണിയിൽ ഒരുപാട് കാഷ്യൂനട്ടും കിസ്മിസും അത്ര ഇഷ്ടമല്ല. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം കാഷ്യൂനട്ടും കിസ്മിസും ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ തന്നെ നമുക്ക് ആ ചിക്കനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. 2-3 ട്രിപ്പായിട്ടാണ് ഞാൻ ആ ചിക്കൻ പൊരിച്ചെടുത്തത്. ഒരുപാട് തിങ്ങി നിറഞ്ഞ് വെക്കണേക്കാൾ നല്ലത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെക്കണതാണ്. ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് പൊരിഞ്ഞിട്ട് അങ്ങോട്ട് ഹാർഡായി പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മസാലയിലിടുമ്പോൾ ആ മസാലയൊന്നും ഈ ചിക്കനിലേക്ക് പിടിക്കില്ല. ഇപ്പം ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് പൊരിച്ചെടുക്കാം. ഈ ബിരിയാണിയിൽ ഈ ചിക്കൻ പൊരിച്ചെടുക്കാനാണ് കുറച്ചധികം സമയം എടുക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ എല്ലാം ഇവിടെ പൊരിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ആ ചതച്ച് വെച്ചെന്ന് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അതിൽ നിന്ന് കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസിലേക്കുള്ളതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം. സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒരു പിടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടി. സവോള അങ്ങനെ ഒരുപാട് വഴറ്റിയിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കണുണ്ട്. മല്ലിയിലയിൽ നിന്ന് ഞാൻ കുറച്ച് മല്ലിയില അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട്.
ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം. അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടി തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പൊടിച്ച ജീരകം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഈ മസാലയിൽ പൊടികളായിട്ട് നമ്മൾ ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ വേറെ ഒരു പൊടികളും ചേർക്കില്ല. അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആദ്യം തന്നെ എടുക്കണം. അധികം മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും ചിന്തിക്കണ്ട. ഒരുപാട് മസാലയൊക്കെ ചേർത്തുണ്ടാക്കണേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതിൽ ആ സവോളയും തക്കാളിയൊക്കെ നന്നായി വേവണം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരി അളന്നെടുക്കാം. ഞാനിവിടെ ഈ കപ്പിലാണ് അരി ഇന്ന് അളന്നെടുക്കുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. ഈ കപ്പിൽ ഒരു 1.5 കപ്പ് അരി ഞാൻ അളന്നെടുക്കുന്നുണ്ട്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും അരി വെച്ചുണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു 8-9 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു. ചിലരൊക്കെ ആദ്യം തന്നെ അരി കഴുകി കുതിർക്കാനായിട്ട് വെക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. കുതിർത്തെടുക്കുമ്പോൾ അരി ചെറുതായിട്ട് പൊടിയണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ബിരിയാണി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചോട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5-6 ഗ്രാമ്പു, ഒരു 3 കഷ്ണം പട്ട, 4-5 ഏലക്കായ, ഒരു ബേ ലീഫും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ ഗരം മസാല നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതില്ലേ അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് കളർ മാറരുത്. അങ്ങനെ കളർ മാറുമ്പോൾ നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സവോളയും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. സവോള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് സവോള നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ചേർക്കാം. കൂടെ നമ്മൾ അരി അളന്നിട്ടുള്ള അതേ കപ്പിൽ ഒരു 3 കപ്പ് വെള്ളം അളന്നിട്ട് ഇതിലേക്ക് ചേർക്കണുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഇന്നിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അരി കുതിർക്കൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള അരിക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം കറക്റ്റാണ്. ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടെടുക്കാം. വെള്ളം ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരി കഴുകി വൃത്തിയാക്കാം. അരി ഒരു 4-5 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കണം. അരിയുടെ ആ ഒരു വൈറ്റ് സ്റ്റാർച്ചൊക്കെ പോയിട്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ദാ ഇതുപോലെ നന്നായി തെളിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ റൈസ് കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം വെള്ളം ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഉപ്പ് നോക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ആ റൈസിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായി തിളച്ചിട്ട് അരിയും വെള്ളമൊക്കെ ഒരേ ലെവലിലാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ നന്നായി തിളച്ചിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ അരിയും വെള്ളമൊക്കെ ഇതാ ഒരേ ലെവലിലായി വന്നിട്ടുണ്ട്. ഇപ്പം അരി ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ സിമ്മിലാക്കി മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമ്മളുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. സവോളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിൽ ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ആ മസാലയൊക്കെ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായി മിക്സ് ആക്കണം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. തീ ഒരു സിമ്മിൽ കിടന്നോട്ടെ. ഈ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവോള ചേർക്കാം. ഈ സവോള അങ്ങനെ വറുത്ത് ചേർക്കണതാണ് ഈ മസാലയുടെ ഹൈലൈറ്റ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ആദ്യം സവോള വഴറ്റുമ്പോൾ തന്നെ ഈ പിസ്ത ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് ചേർത്താലും മതി.
എപ്പോഴാണെങ്കിലും ഇത് ചേർക്കാൻ വിട്ടുപോകരുത്. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് റൈസ് എന്തായി എന്നുള്ളത് നോക്കാം. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പാകത്തിന് വെന്തുണ്ട്, ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ റൈസൊക്കെ നന്നായി ഉതിർന്ന് വേറിട്ടിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ദമ്മിടണം. ഈ റൈസ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദമ്മിടാൻ പോണത്. അതുകൊണ്ട് ഈ റൈസ് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം റൈസ് എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ റൈസ് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ട്, അത് പ്രശ്നമില്ല. ഇനി ആ ചിക്കനും മസാലയും കൂടെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പരത്തിയിട്ട് ഒരു ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അങ്ങനെ വിതറി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള സവോള, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതെല്ലാം കൂടെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറച്ചായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ദം ചെയ്യുമ്പോൾ ആ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഫസ്റ്റ് ലെയർ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് മല്ലിയില, ഗരം മസാല, വറുത്ത് വെച്ചിട്ടുള്ള സവോള, കിസ്മിസ്, കാഷ്യൂനട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കാം. ഈ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം റൈസ് എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒട്ടും ആവി പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു അടപ്പ് വെച്ചിട്ട് വേണം അടയ്ക്കാൻ. ഞാനിവിടെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദോശച്ചട്ട മുകളിലേക്കാണ് ഈ ബിരിയാണി പാത്രം വെക്കണത്. ഇനി ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ദം പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. റൈസ് ഒന്നും ഒട്ടും പൊടിഞ്ഞു പോവുകയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.